ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ വ്യത്യസ്തമായ മേൽക്കൂരയോട് കൂടിയ ഒരു വീട്ടിലാണ്. വീട്ടിലേക്ക് വരുന്ന ആരെയും ചുറ്റുമതിൽ കെട്ടിയും ഗേറ്റ് വെച്ചും അകറ്റി നിർത്താതെ ഏവരെയും സ്വാഗതം ചെയ്യുന്നൊരു വീടാണ് ഇന്നത്തേത്. ഒരു കൂടാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഓടുപാകിയ മേൽക്കൂര താഴേക്കിറങ്ങി വന്ന് ഭൂമിയിൽ തൊട്ടു നിൽക്കുന്നു. വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന ചാമ്പമരത്തെ ഒരു കാനോപ്പിക്ക് തുല്യമാക്കി സംരക്ഷിച്ചിരിക്കുന്നു. പൂമുഖത്ത് ചില ജിയോമെട്രിക്കൽ സിംബലുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മേൽക്കൂരയിലെ 3 ലെവൽ വ്യതിയാനം കൊണ്ട് അകത്തളത്തിലെ ഓരോ ഏരിയയും തിരിച്ചറിയാനാവുന്ന വിധം ഈ വീടൊരുക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്പേസ് എക്സ്റ്റൻഡഡിലെ ചീഫ് ആർക്കിടെക്ട് രൂപേഷും സംഘവുമാണ്. സ്റ്റെയർകേസും ഫർണിച്ചറും കോട്ടയാടുമൊക്കെയാണ് ഉള്ളിൽ പാർട്ടീഷനാവുന്നത്. അകത്തെ വാട്ടർ ബോഡിയുടെ മേൽക്കൂരയിലെ നാച്ചുറൽ ലൈറ്റ് സംവിധാനം വീട്ടകമാകെ വെളിച്ചം നിറയ്ക്കുന്നുണ്ട്. ഗൃഹനാഥൻ ബാബുജിയുടെ ഉയർന്ന ചിന്തകളുടെ പ്രതിഫലനമാണ് ഈ വീട്. ചുമരുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ചുമരലങ്കാരവും കുറവാണ്. മരത്തിൽ തീർത്ത ഒരേ പാറ്റേണിലുള്ള ഡിസൈൻ എലമെൻറ്റുകൾ ബുക്ക് ഷെൽഫായും ചുമരലങ്കാരമായും അങ്ങിങ്ങു കാണാം. ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു ഭാഗത്തെ ചുമരിന് മുഴുവനും ഗ്ലാസ് നൽകി പുറത്തെ ഗ്രീൻ വാലിയുടെ കാഴ്ചയെ ഉള്ളിലെത്തിച്ചിരിക്കുന്നു. ലിവിങ് ഏരിയ മുതൽ കിച്ചൺ വരെ ഒരൊറ്റ നേർരേഖയിലാണ് അകത്തളം. വയനാടിൻ്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും പച്ചപ്പും നിറഞ്ഞ കാഴ്ചകൾ പരിഗണിച്ചുകൊണ്ട് കണ്ടംപററി അഥവാ കാലികമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീട്.